നമസ്കാരം. പതിരും കതിരും. വെറുതെ ചവയ്ക്കുന്ന മുതലാളി അവല് കണ്ടാൽ വെച്ചേക്കുമോ എന്നൊരു ചൊല്ലുണ്ട്. ശബരിമലയിലെ ഉത്തരവും കഴുക്കോലും കൊടിമരവും വരെ വായിലിട്ടവന്മാർക്ക് നടക്കാത്ത ഒരു ഭജനയുടെ പേരിൽ കള്ളക്കണക്ക് എഴുതാനാണോ വലിയ പ്രയാസം? ഞെട്ടിത്തരിച്ചും കണ്ണു തള്ളിയും ഒരു വഴിക്കായ വിശ്വാസികളെ ഇനി എന്ത് ഞെട്ടിക്കാനായെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അടുത്ത ചരക്ക് വന്ന് മറിയുന്നത്. പമ്പയിൽ അയ്യപ്പ സംഗമത്തിൽ നന്ദഗോപൻ ഭജൻസ് നടത്തിയ വകയിൽ 8 ലക്ഷത്തിൻ്റെ കള്ളബിൽ എഴുതിയിരിക്കുന്നു. ഗുരുവായൂരപ്പനെ ബാലാമണി മാത്രമേ കണ്ടുള്ളൂ എങ്കിൽ ആ ഭജന ദേവസ്വം ബോർഡ് മാത്രമേ കേട്ടുള്ളൂ. നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട എന്ന് പറഞ്ഞ പോലെ നെയ്മീൻ വിജയൻ്റെ പൂണ്ട് വിളയാട്ടമായിരുന്നു പമ്പയിലും. തലചായ്ക്കാൻ ഒറ്റ ദിവസം മുറിയെടുത്തതിന് ചെലവ് 2 ലക്ഷം രൂപ. കല്ലും മുള്ളും കാലിക്കുത്ത എന്ന് പറഞ്ഞ പുള്ളിക്ക് നടക്കാൻ ചുവന്ന കാർപ്പറ്റ് വിരിച്ചതിന് 16,000 രൂപ. ഉണക്കറൊട്ടി കഴിച്ചു വളർന്ന പിണറായിക്ക് ഒറ്റ ദിവസത്തേക്ക് സോഫ വാങ്ങിയതിന് 65,000 രൂപ. കട്ടിലിനും മെത്തയ്ക്കും 1,17,000. ടാക്സി കൂലി 11 ലക്ഷം, ഡീസലിന് മാത്രം 11 ലക്ഷം. ഡീസലിലാണോ അപ്പോൾ കുളി? സംഗമത്തിൽ വന്ന ദേവസ്വം പ്രസിഡന്റിന് പൊറുക്കാൻ മുറിയെടുത്തതാകട്ടെ മൂന്നാറിൽ. സാധാരണ അയ്യപ്പനെ കാണാൻ വരുന്നവർ പമ്പയിൽ കുളിക്കാറുണ്ട്. മൂന്നാറിൽ കുളിച്ചുറങ്ങി അയ്യപ്പ സംഗമത്തിൽ വന്ന ദേവസ്വം പ്രസിഡന്റാണ് യഥാർത്ഥ ഭക്തൻ. VIP കൾക്ക് കുമരകത്തായിരുന്നു സ്റ്റേ. കൊഞ്ചും കായൽമീനും കഴിച്ചിട്ട് വേണമല്ലോ സംഗമത്തിന് വരാൻ. സംഗമത്തിൻ്റെ അന്ന് 64 കൂട്ടം പായസം കൂട്ടി പഴയിടത്തിൻ്റെ വേറെ സദ്യ. പുണ്യതീരത്ത് വിശ്വമാനവികതയുടെ സംഗമം എന്ന ബോർഡ് വെച്ച് നടത്തിയ പരിപാടിയിലാണ് ഈ പകൽക്കൊള്ള എന്നോർക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ പേരിൽ ഇതാണ് പരിപാടിയെങ്കിൽ വികസനത്തിൻ്റെ പേരിൽ എത്ര കോടികളാണ് ഒരു ദിവസം ഇവറ്റകൾ തിന്നുന്നത്? അഴിമതിയുടെ നാറുന്ന കഥകൾ ഓരോന്ന് പുറത്തു വരുമ്പോഴും അമ്പലമന്ത്രി വാസവൻ്റെ ഒരു ചിരിയുണ്ട്. പുന്നല്ല് കണ്ട എലിയെപ്പോലെ പല്ല് കാണിച്ച് ചിരിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ വാസവ ഇന്നാട്ടിലെ വിശ്വാസികളെ ഇങ്ങനെ കബളിപ്പിച്ചിട്ട്? വാസവൻ്റെ സ്പോൺസർമാരാരാണെന്ന് അറിയുമ്പോൾ തന്നെ കള്ളം പൊളിയും. ശബരിമല ഭണ്ഡാരത്തിലെ വരവെണ്ണുന്നവന്മാർ ഒരു 500 രൂപയുടെ നോട്ട് 6 മടക്കി നവദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ തിരികെ വെച്ചാൽ അത് കണ്ടുപിടിക്കാനും കേസാക്കാനും എന്തൊരു ജാഗ്രതയാണ് ദേവസ്വം ഏമാന്മാർക്ക്. അകത്ത് കിടക്കുന്ന ദേവസ്വം കള്ളന്മാരെ പിടിച്ചു കിടത്തി എനിമ വെച്ചാൽ സ്വർണ്ണ കൊടിമരം വരെ തന്നെ ഇറങ്ങി വരും. പ്രശാന്ത് ഇപ്പോൾ ഉരുളുകയാണ്. ബാക്കി കാശ് തിരിച്ചടച്ചത്രേ. പട്ടിണിയും പ്രയാസവും മാറാൻ പിണറായി ദൈവത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ പോയി വീണ മുതലാണ് ഈ PS പ്രശാന്ത്. കോൺഗ്രസിലായിരിക്കുമ്പോൾ അയാൾക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിണറായി വിജയൻ്റെ പെരുവിരൽ തൊട്ടതോടെ കുചേലൻ കുബേരനായി. ഇപ്പോൾ മൂന്നാറിലെ ഉറങ്ങും. പമ്പയ്ക്ക് പോകാൻ മൂന്നാർ വഴി എളുപ്പത്തിലൊരു റൂട്ട് കണ്ടുപിടിച്ച പ്രശാന്താണ് യഥാർത്ഥ ഭക്തൻ. ചൂര വിളമ്പിയിട്ട് നെയ്മീൻ്റെ വിലയെടുത്താൽ പോകട്ടെ എന്ന് വയ്ക്കാം. നന്ദഗോവിന്ദം ഭജൻസിനെ കൊണ്ട് ഭജന നടത്തിച്ചു പോലും. ആ വിവരം അവരിതുവരെ അറിഞ്ഞിട്ടില്ല. ശെമാങ്കുടി ശ്രീനിവാസയ്യരെയും യേശുദാസിനെയും വരെ കൊണ്ടുവന്നതായിട്ട് കണക്കെഴുതി വയ്ക്കും. പരിപാടികൾക്ക് ശേഷം അർദ്ധരാത്രിയിൽ വേടൻ്റെ ഭജന ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിലും കണക്കെഴുതി വെക്കും. ഒരു 10 ലക്ഷം അവന് കൊടുത്താൽ ഞാൻ പാടിയിരുന്നു ആരും കേൾക്കാത്തതാണെന്ന് അയാൾ പറയും. ഈ കൊള്ളയ്ക്കാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഓശാന പാടിയത് എന്നോർക്കണം. നടേശന് പത്മഭൂഷണമെങ്കിലും കിട്ടി. സുകുമാരൻ നായർക്ക് കിട്ടിയത് കണക്കിന് തെറി മാത്രം. തൻ്റെ പട്ടിണിക്കാലത്തിന് നിമിത്തമായി സകല ദൈവങ്ങളോടും വിജയൻ പകരം ചോദിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ പാവങ്ങൾക്ക് കിടക്കാൻ മെത്തയുമില്ല തലയണയുമില്ല. നിലത്ത് കിടത്തി ചികിത്സയാണ് നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ. പിണറായി വിജയൻ ഒറ്റ ദിവസം കിടക്കാൻ ലക്ഷണമൊത്ത പട്ടുമെത്തയും ചവിട്ടാൻ ചുവപ്പൻ പരവതാനിയും. പോണ പോക്കിൽ നടത്തിയ ആഗോള കൊള്ളയിലാണ് പിണറായി സർക്കാർ ശരിക്കും പെട്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നത് സോണിയായെ ചോദ്യം ചെയ്യണമെന്നാണ്. പോറ്റി ചരട് കെട്ടിക്കൊടുത്തു പോലും. ഇത്രയും കൊള്ളയുടെ വിവരങ്ങൾ മാത്രം മതി പിണറായിയുടെ അനുഗ്രഹത്താൽ നടത്തിയ അമ്പലക്കൊള്ളയുടെ ഭീകരമുഖം നമുക്ക് മനസ്സിലാക്കാൻ. പച്ചരി ദൈവത്തിന് പട്ടുമെത്ത വിരിക്കാൻ 2 ലക്ഷം ഒറ്റ രാത്രിക്ക്. ഉച്ചയ്ക്ക് കുത്തി കവരുന്ന ദിക്കിൽ വെച്ചേക്കുമോ ധാന്യമെല്ലാം എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്. അമ്പലം കൊള്ള ചെയ്യുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സംഘം കയ്യിലിരിക്കുന്ന ഖജനാവ് അപ്പോൾ വെച്ചേക്കുമോ? ഈ ദൈവം പിന്നെയും വരികയാണത്രേ. ഇതറിഞ്ഞ് ദേവലോകം നടുങ്ങിയിരിക്കുകയാണ്. ദാരികനും ഹിരണ്യാക്ഷനും ശേഷം ഈ കലിയുഗത്തിൽ അവതാരമെടുത്ത പിപ്പിടീശൻ ഭൂമിയിൽ ദൈവങ്ങളുടെ കഥ കഴിച്ച് അവരുടെ മുതൽ മോഷ്ടിച്ച് നഗ്നരാക്കുമോ എന്നാണ് ഭയം. കാര്യമറിഞ്ഞ നാരദൻ ചപ്പളാക്കട്ടയുമായി സ്വർഗലോകത്തിൽ എത്തിക്കഴിഞ്ഞു. ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവിടെ അവൈലബിൾ PB ചേരുകയാണ്. സർവനാശത്തിന് മുമ്പ് അടുത്ത മേടത്തിന് മുമ്പെങ്കിലും ഒരു വഴി കാണിക്കണേ ദേവദേവേശ.